ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്യാനും നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനും ആ ഒരു റിലേഷൻഷിപ്പ് പഴയ പോലെ തന്നെ ആവാനും വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കാണുക. ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണോ, ഇനി അതല്ല അവർക്ക് നമ്മളെ പിടിക്കാത്തത് കൊണ്ടാണോ, താല്പര്യം കുറഞ്ഞത് കൊണ്ടാണോ, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് റീസൺസ് പറയാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി ഇതും അല്ലാത്ത കുറച്ച് റീസൺസ് ഉണ്ട്, അതും ഞാൻ പറയാം. അപ്പം ഇങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ സൊല്യൂഷൻസ് പറയുന്നുണ്ട്, വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ പേരിലായിരിക്കും അടിയുണ്ടായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടാവുക. സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു റീസൺ, ചിലപ്പോൾ കുറേ കാലം ഇങ്ങനെ ഒരു ലവ് റിലേഷൻഷിപ്പിലായ സമയത്ത് ഉള്ളൊരു വൈബ് പതിയെ പതിയെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാവാം. അപ്പോൾ ഒന്ന് മൂവ് ഓൺ ആവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പതിയെ ഇത് അവസാനിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കാം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളോട് റീസൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുണ്ടാവും, ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത്. ചില കേസുകളിലാണ് ബ്ലോക്ക് ചെയ്ത് പോവാറാണ് പതിവ്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതും പലപ്പോഴും ഒരു റീസൺ ആയിട്ട് വരാറുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അവരിൽ അടിച്ചേൽപ്പിക്കുക, ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുക, അങ്ങനെ വരുന്ന സമയത്തും അവർ ചിലപ്പോൾ ബാക്കിലോട്ട് നിൽക്കാറുണ്ട്. ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമായിരിക്കാം, അത് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുമ്പോഴാവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ലിവിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം താല്പര്യം, നിങ്ങളൊരു മാരേജിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുമ്പോഴായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ അവർ പുറകിലോട്ട് നിൽക്കാം. ശല്യമാണെന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം. ചിലപ്പോൾ അവരൊരു ടൈം പാസ് ആയിട്ട് മാത്രമായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ റീസൺസ് കൊണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പേടിക്കേണ്ട, അത് നമുക്ക് ശരിയാക്കിയെടുക്കാം. ചിലപ്പോൾ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് റിവെഞ്ച് ആയിരിക്കാം. അഥവാ നിങ്ങൾ അവരോട് എന്തെങ്കിലും ചൂടായിട്ട് പറഞ്ഞതോ, അല്ലെങ്കിൽ തെറി പറഞ്ഞതോ, അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഭംഗിയില്ല, അല്ലെങ്കിൽ നീ എനിക്ക് യോജിച്ച ആളല്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ആ ഒരു വാശിപ്പുറത്ത് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഭയങ്കര റിവെഞ്ച് എടുക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളാണെന്നുണ്ടെങ്കിൽ ചില അങ്ങനെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവനേക്കാൾ നല്ലൊരാളെ ഞാൻ കണ്ടെത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ മതി, ഇവനിനി വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തിട്ട് ചില ആളുകൾ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ എപ്പോഴും തെറി വിളിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് എസ്റ്റീമോ സെൽഫ് കോൺഫിഡൻസോ കിട്ടാത്ത രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളോട് എപ്പോഴും സംസാരിക്കുക, നമ്മളെ താഴ്ത്തി സംസാരിക്കുക, ഒരു വില കാണാതിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടാവാം. മേ ബി ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒരു ബെറ്റർ പേഴ്സൺ അവർ കണ്ടിട്ടുണ്ടാവാം, അവർ ചിലപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളെ അങ്ങനെ ചൂസ് ചെയ്യാനോ, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പതിയെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തതാവാം. ഇങ്ങനെ പല റീസൺസ് കൊണ്ടാവാം, ഇതിലേതും ആവാം. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ റീസൺസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ തന്നെ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺബ്ലോക്ക് ചെയ്യിപ്പിക്കാനും, നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിപ്പിക്കാനും, മെസ്സേജ് അയക്കാനും, പഴയ പോലെ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുവരാനും ഒക്കെ സാധിക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബാഡ് ന്യൂസ് കൂടി പറയാം.
ഇത് 1, 2, 3 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. മനസ്സിലായോ? ചില ആളുകളുണ്ട്, എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എനിക്ക് നാളെ തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ മറ്റന്നാൾ എന്നെ സംസാരിക്കണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഈ മാനിഫെസ്റ്റേഷൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള ഒരു ടൈം എടുക്കും. അവരിലൊരു ചേഞ്ച് വരണ്ടേ, അവരിലൊരു മാറ്റം വന്നിട്ട് ഇങ്ങോട്ട് അൺബ്ലോക്ക് ചെയ്യണമെന്ന് തോന്നുകയും മെസ്സേജ് അയക്കാനും പഴയ പോലെ ആവാനും ഒക്കെ ഉള്ള ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയം എടുക്കും. പെട്ടെന്ന് ധൃതി കാണിച്ചിട്ട് കാര്യമില്ല. അതൊരു ബാഡ് ന്യൂസാണ്. പിന്നെ അടുത്തൊരു ബാഡ് ന്യൂസും കൂടി പറയാം. നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച ചിലപ്പോൾ അത് ക്ലിയർ ആവത്തില്ല. ബ്ലോക്ക് ചെയ്ത് പോയ കേസല്ലേ, അവരൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ സംസാരിച്ചത് കൊണ്ടോ കാല് പിടിച്ചത് കൊണ്ടോ ബെഗ് ചെയ്തുകൊണ്ടോ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഒരു 10% മാത്രമാണ് അവിടെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതും ഒരു ബാഡ് ന്യൂസാണ്. സോ ഇതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിയിരിക്കും. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്കുണ്ടാവും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നിങ്ങളെ വിളിക്കും, സംസാരിക്കും. പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ദിവസം ഈ വീഡിയോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു, ബ്രേക്കപ്പ് ആവാനുള്ളതെന്ന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവരുമായിട്ട് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഇനി ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ വീഡിയോൻ്റെ അവസാനം ഇതിനുള്ള സൊല്യൂഷൻ പറയുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു 21 ദിവസത്തെ പ്രാക്ടീസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണ്, സമയമില്ല, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ പ്രാക്ടീസ് എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കുക. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു 10 ബ്രീത്തിങ് ചെയ്യുക. മൈൻഡിനെ ഒന്ന് ജസ്റ്റ് കാമാക്കുക. അതിനുശേഷം ഇമാജിൻ ചെയ്യുക മനസ്സിൽ ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിട്ട്. വിളിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് പറ്റണം. ഇമാജിനേഷനിൽ അത് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇന്നതാണ് ഞാൻ മറുപടി കൊടുക്കുന്നത്. ഒരു ഹാപ്പി ആയിട്ടുള്ള എൻജോയബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കണം നിങ്ങൾ പ്രോപ്പറായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അത് മാക്സിമം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. മനസ്സിലായോ? അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുമായി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന 1, 2 നിമിഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് ഒരു 3 to 5 മിനിറ്റ്സോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക മാക്സിമം, അത് ഫീൽ ചെയ്തുകൊണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആ പ്രാക്ടീസ് നിർത്താം. മീൻസ് ആ ഒരു ആക്ടിവിറ്റി നിർത്തി പതിയെ കണ്ണുകൾ തുറക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഉറക്കത്തിലോട്ട് കിടക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അഥവാ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാനൊന്നും നിൽക്കരുത്. ഏറ്റവും അവസാനമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇത് തുടർച്ചയായിട്ട് 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ്റെ പവർ കൊണ്ട് തന്നെ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ സംഭവിച്ച് ആ വ്യക്തി നിങ്ങളെ അൺബ്ലോക്ക് ചെയ്ത് നിങ്ങളെ വിളിച്ച് സംസാരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം എടുക്കും ഒരു മാനിഫെസ്റ്റേഷനിലോട്ട് വരാൻ. അപ്പോൾ പേഷ്യൻസ് കാണിച്ചുകൊണ്ട് 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ചില ആളുകൾക്ക് 21 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും. എങ്ങനെ പോയാലും ഒരു 1 മന്തിനുള്ളിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നിരിക്കും. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഡിലേ ആവുക. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്, അവളിനി ഒരിക്കലും മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്, ഭയങ്കര ഫൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് എടുക്കാം. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക. സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.